അവൻ ക്രിസ്റ്റൽ പന്ത് ഒരു ബാഗിലാക്കി കന്നുകാലികളെ ശേഖരിച്ച് സന്തോഷത്തോടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. ക്രിസ്റ്റൽ പന്തിനെ കുറിച്ച് ആരോടും പറയില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേന്നും നസീറിന് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നു. ദിവസങ്ങൾ പതിവ് പോലെ കടന്നുപോയി. പക്ഷേ നസീറിന് അപ്പോഴും തന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ വളരെ സന്തോഷവാനാണെന്ന് തോന്നി. അവന്റെ മനോഭാവത്തിലെ മാറ്റം കണ്ട് ചുറ്റുമുള്ള ആളുകൾ ആശ്ചര്യപ്പെട്ടു. ഒരു ദിവസം ഒരു ആൺകുട്ടി നസീറിനെയും അവന്റെ കന്നുകാലികളെയും പിന്തുടർന്ന് ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു. നസീർ പതിവ് പോലെ ഒരു മൂലയിലിരുന്ന് ക്രിസ്റ്റൽ പന്ത് പുറത്തെടുത്ത് ഏതാനും നിമിഷത്തേക്ക് അതിലേക്ക് നോക്കി. നസീർ ഉറങ്ങാൻ പോകുന്ന നിമിഷത്തിനായി പയ്യൻ കാത്തിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം നസീർ ഉറങ്ങിയപ്പോൾ കുട്ടി ക്രിസ്റ്റൽ ബോൾ എടുത്ത് ഓടിപ്പോയി. ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹം എല്ലാ ആളുകളെയും വിളിച്ച് ക്രിസ്റ്റൽ ബോൾ കാണിച്ചു. ആ ഗ്രാമത്തിലെ പൗരന്മാർ ക്രിസ്റ്റൽ പന്ത് കയ്യിലെടുത്ത് ആശ്ചര്യത്തോടെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് ക്രിസ്റ്റൽ ബോളിൽ നിന്ന് ഒരു ശബ്ദം അവർ കേട്ടു. എനിക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ കഴിയും. ഒരാൾ പന്തെടുത്ത് നിലവിളിച്ചു. എനിക്ക് ഒരു ബാഗ് നിറയെ സ്വർണം വേണം. മറ്റൊരാൾ പന്തെടുത്ത് ഉറക്കെ പറഞ്ഞു. എനിക്ക് ആഭരണങ്ങൾ നിറച്ച 2 പെട്ടികൾ വേണം. അവരിൽ ചിലർ അവരുടെ പഴയ വീടുകൾക്ക് പകരം ശുദ്ധമായ സ്വർണത്തിൽ നിർമ്മിച്ച ഒരു വലിയ വാതിലുള്ള സ്വന്തം കൊട്ടാരം വേണമെന്ന് ആഗ്രഹിച്ചു. മറ്റു ചിലർ ആഭരണങ്ങൾ നിറച്ച ബാഗുകൾ ആഗ്രഹിച്ചു.